നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യാഷ് ബുക്കിനെ കുറിച്ചാണ് പഠിക്കുക. ക്യാഷ് ബുക്ക് എന്താണ് ക്യാഷ് ബുക്ക്? അപ്പോൾ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് ക്യാഷ് ബുക്ക്. എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് ക്യാഷ് ആണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും. നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഗുഡ്സ് വിറ്റ് കഴിഞ്ഞപ്പോൾ ക്യാഷ് കിട്ടിയെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും. അതുപോലെ എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കും, അത് റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ലെവലിൽ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കടം ആയിട്ട് ആരും വാങ്ങിയിട്ട് അവർ കാശ് തിരിച്ച് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതേപോലെയുള്ള എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക്. അത് ഏകദേശം ഏതുപോലെ തന്നെയാണ്, ക്യാഷ് അക്കൗണ്ടിനെ പോലെ തന്നെയാണ്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യുക? നമ്മൾ ക്യാഷ് വരുന്നതും പോകുന്നതും മാത്രമാണ് ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഈ ക്യാഷ് ബുക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് ബാലൻസ് എടുത്ത് എഴുതും, ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതും. പിന്നെ നമുക്ക് കിട്ടിയ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് എഴുതും? ഡെബിറ്റിൽ എഴുതി വരും. ഇപ്പോൾ സെയിൽ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ വേറെ ആരെങ്കിലും കാശ് കടമായിട്ട് വാങ്ങി പോയിട്ട് പിന്നീട് തിരിച്ച് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡും കൂടി നമ്മൾ ബാലൻസ് ചെയ്യും. ഏത് റെസിപ്റ്റ്സ് ആണ് കൂടുതൽ എങ്കിൽ നമുക്കത് ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് വരും. ക്രെഡിറ്റ് ആണ് കൂടുതൽ എങ്കിൽ നമുക്ക് വേറെ എക്സസ് കാശ് നമ്മൾ വേറെ എവിടെയെങ്കിലും ബോറോ ചെയ്തിട്ടുണ്ടാവാം, ആ ലെവലായിട്ടും വരും. കാരണം നമുക്ക് വരുമാനം കുറവും ചിലവ് കൂടുതലും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? നമ്മൾ വേറെ എവിടുന്നോ എടുത്തിട്ട് കാശ് ചിലവിട്ടു എന്നല്ല അർത്ഥം. അപ്പോൾ ക്യാഷ് നെഗറ്റീവ് ആവും. അപ്പോൾ നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ? വേറെ എവിടെയെങ്കിലും നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടാവും എന്നർത്ഥം. അങ്ങനെ നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻസും ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ക്യാഷ് ബുക്ക് നോക്കി, റെക്കോർഡ്സ് ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ എന്തൊക്കെ റെക്കോർഡ് ചെയ്യുക? ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റും. അതുകൊണ്ട് തന്നെ കടമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻസും നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യില്ല, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. ഇപ്പോൾ ക്യാഷ് സെയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ടു സെയിൽസ് പറഞ്ഞിട്ട് എവിടെ എൻട്രി വരും? ക്യാഷ് ബുക്കിൽ എൻട്രി വരും. എന്നത് കടമായിട്ട്, എക്സിന് കടമായിട്ടാണ് വിറ്റെങ്കിൽ നമ്മൾ എന്താ എൻട്രി പാസ് ചെയ്യുക? എക്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ്. അപ്പോൾ അത് യാതൊരു കാരണവശാലും ആ എൻട്രി നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യില്ല? ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. കാരണം അവിടെ എന്തില്ല? ക്യാഷ് ട്രാൻസാക്ഷൻ ഇല്ല. അപ്പോൾ ക്യാഷ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയിൽ ക്യാഷ് എന്നൊരു എലമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. പിന്നെ റെക്കോർഡ് ഓൾ റെസിപ്റ്റ്സ് ഓൺ ദി ഡെബിറ്റ് സൈഡ്. നമ്മൾ എല്ലാ റെസിപ്റ്റ്സും ഡെബിറ്റ് സൈഡിൽ എഴുതും. അതുപോലെ തന്നെ എല്ലാ പേയ്മെൻറ്റും നമ്മൾ എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പിന്നെ പല ടൈപ്സ് ക്യാഷ് ബുക്ക് ഉണ്ട്. ഏതൊക്കെയാണ്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, അതിലൊരു കോളം ഉണ്ടാവുള്ളൂ. ഡബിൾ കോളം ക്യാഷ് ബുക്ക്, അതിൽ രണ്ട് കോളം ഉണ്ടാവും. ഒരു ക്യാഷിന് കോളം ഉണ്ടാവും, ബാങ്കിനൊരു കോളം ഉണ്ടാവും. അപ്പോൾ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്, അതിൻ്റെ പ്രത്യേകത എന്താ? ക്യാഷിന് കോളം, ബാങ്കിന് കോളം, പിന്നെ ഒരു ഡിസ്കൗണ്ടിൻ്റെ വേറൊരു കോളം. പിന്നെ ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് കോളം, ക്യാഷ് ബുക്ക് വിത്ത് ബാങ്ക് ആൻഡ് ഡിസ്കൗണ്ട് കോളം, പെറ്റി ക്യാഷ് ബുക്ക്. നമ്മൾ ഓരോന്നും നമ്മൾ പഠിക്കും. നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെയാണ്? ഡ്രോ ക്യാഷ് ബുക്ക് വിത്ത്, അതിൻ്റെ സ്റ്റെപ്സ് നോക്കി. ഫസ്റ്റ് ഡ്രോ ക്യാഷ് ബുക്ക് വിത്ത് ഡേറ്റ്സ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ ആൻഡ് എമൗണ്ട് ഇൻ ബോത്ത് സൈഡ്സ്. നമ്മളൊരു അക്കൗണ്ട് വരയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഒരു ഡേറ്റ് കോളം, പിന്നെ പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, അതുപോലെ എമൗണ്ട്. അപ്പോൾ ഇത്രയും തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പിന്നെയോ ബ്രോഡ് ഡൗൺ ദി ഓപ്പണിംഗ് ബാലൻസ്. കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ബ്രോഡ് ഡൗൺ ചെയ്യും. എന്തിനാ കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യുന്നത്? കാരണം നമ്മൾ ആ ക്യാഷ് വെച്ചിട്ടാവും നമ്മൾ എന്ത് ചെയ്യുക? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഇന്നത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ക്യാഷ് ബാലൻസ് ഉണ്ടാവും. ഈ ബാലൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നാളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നാളത്തെ ക്ലോസിംഗ് ക്യാഷ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? records all receipts on the debit side and records all payments on the credit side. പിന്നെയോ എല്ലാ എക്സ്പെൻസും എല്ലാ ഇൻകവും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി, എല്ലാ എക്സ്പെൻസും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്തിട്ട് ക്യാഷ് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യും. ഓക്കെ. പേയ്മെൻറ്റ് ബൈ ചെക്ക് ഡസ് നോട്ട് അഫക്റ്റ് ക്യാഷ് ബാലൻസ്. അതുകൊണ്ട് ചെക്കായിട്ടാണ് ഒരാൾ തരുന്നതെങ്കിൽ അത് എന്ത് ചെയ്യില്ല? അവർ ക്യാഷ് ബാലൻസ് അതിന് എഫക്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ ചെക്കാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നേരെ എങ്ങോട്ടാണ് പോവുക? ബാങ്കിലേക്കല്ലേ പോവുക? ബാങ്കിൻ്റെ ബാലൻസാണ് കൂടുക. യാതൊരു കാരണവശാലും ക്യാഷിൻ്റെ ബാലൻസ് കൂടുക കുറയുകയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ചെക്കിൻ്റെ ട്രാൻസാക്ഷൻസ് നമ്മൾ ക്യാഷ് കോളത്തിൽ നമ്മൾ എഴുതില്ല.
അതുപോലെ തന്നെ ഡയറക്റ്റ് ഡെപ്പോസിറ്റ്സ് ബൈ കസ്റ്റമർ ഇൻ ടു ബാങ്ക് ഷുഡ് റെക്കോർഡ് ബോത്ത് ദി സൈഡ്സ്. പിന്നെ നമ്മുടെ കയ്യിൽ കാശ് ചിലപ്പോൾ കിട്ടില്ല. അതായത് ഒരു കസ്റ്റമർ നമുക്ക് കാശ് തരാനുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, നേരെ പോയിട്ട് നമ്മുടെ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ ആദ്യം ആൾ നമ്മുടെ കയ്യിൽ തന്നു എന്നും എന്നിട്ട് നമ്മൾ ബാങ്കിൽ കൊണ്ട് റെക്കോർഡ് ചെയ്തു എന്നുള്ള ലെവൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ കിട്ടിയ ക്യാഷ് നമ്മൾ റെസീപ്റ്റ്സിൽ എഴുതണം. അതിനുശേഷം നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന ലെവലിൽ ബാങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. റെക്കോർഡ്സ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. അതിൽ ഫസ്റ്റ് നോക്കി, മോഹൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ മോഹൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, മോഹൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അർത്ഥം, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നില്ലേ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ. എന്താ എൻട്രി, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ. അപ്പോൾ മോഹൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ, മോഹൻസ് ക്യാപിറ്റൽ. അപ്പോൾ എങ്ങനെ എൻട്രി വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും, ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യണം. ഇത് നമ്മൾ ഇങ്കല്ല, ഇത് റെസീപ്റ്റ്സ് ആണ്. റെസീപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്യാഷ് അക്കൗണ്ട്, നമ്മളിപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ, അവിടെ നമ്മൾ ടു ക്യാപിറ്റലിന് എഴുതിയിട്ട് നമ്മൾ എമൗണ്ട് റെക്കോർഡ് ചെയ്യും, 20,000. കാരണം ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ, ഇവിടെ ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആണ്, ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 20,000 എഴുതും. നെക്സ്റ്റ് ഡേറ്റ് നോക്കി, ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് പോകും അല്ലെ, ബാങ്കിൽ ക്യാഷ് കൂടും. അപ്പോൾ എങ്ങനെ എൻട്രി വരിക, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. സത്യം പറയുന്നത് പേയ്മെൻ്റ് അല്ലേ, ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുക ചെയ്യണം, പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാൻ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ എങ്ങനെ എൻട്രി പാസ് ചെയ്യും, ബൈ ബാങ്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ബൈ ബാങ്ക് എന്ന് എഴുതിയിട്ട് 5,000 നമ്മൾ റെക്കോർഡ് ചെയ്യും. അതിനുശേഷം മൂന്നാമത് നോക്കി, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്ത്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും. അപ്പോൾ ക്യാഷ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യുക, ക്യാഷിൽ ബൈ പർച്ചേസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബൈ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് എൻട്രി പാസ് ചെയ്യും. എത്രയാണ് പർച്ചേസ്, 4,100. അടുത്തത് ബോട്ട് ഓഫീസ് ഫർണിച്ചർ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാങ്ങുക ചെയ്ത്, ഫർണിച്ചർ വാങ്ങി. ഫർണിച്ചർ അസറ്റ് ആണ്, അതുകൊണ്ട് ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ എൻട്രി വരിക, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇവിടെയും ക്യാഷ് പോവുക ചെയ്ത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഫർണിച്ചർ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു, അസറ്റ് ആണ്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ എങ്ങനെ പോസ്റ്റ് ചെയ്യും, ക്യാഷിൽ ബൈ ഫർണിച്ചർ. അപ്പോൾ ബൈ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതും നമ്മൾ, 3,600. അപ്പോൾ 3,600 നമ്മൾ റെക്കോർഡ് ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് ചെയ്താൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് ക്യാഷിന് വിറ്റു, അപ്പോൾ സെയിൽസ് ആണ്. അപ്പോൾ സെയിലിന് എന്താ നമ്മൾ എൻട്രി, സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയല്ല ചെയ്യുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, ഇതാണ് എൻട്രി. സെയിൽസ് നമ്മുടെ ഇൻകം ആണ്, ഇൻകത്തെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ എങ്ങനെ എൻട്രി പാസ് ചെയ്യുക, ക്യാഷ് ബുക്കിൽ ടു സെയിൽസ് ഉണ്ടാ, ക്യാഷ് ബുക്കിൽ ടു സെയിൽസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എൻട്രി പാസ് ചെയ്യും. എത്രയാണ്, 2,400 നമ്മൾ റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ പെയ്ഡ് ഫോർ സ്റ്റേഷനറിക്ക് എന്താ എൻട്രി, ഇത് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ സ്റ്റേഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, കാരണം എന്താ, ക്യാഷ് പോയി. സ്റ്റേഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അപ്പോൾ ക്യാഷ് പോയി. അപ്പോൾ ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് പോസ്റ്റിംഗ് വരിക, അപ്പോൾ ക്യാഷ് ബുക്കിൽ ബൈ സ്റ്റേഷനറി വന്നിട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യും, ബൈ സ്റ്റേഷനറി വന്നിട്ട് 250 എഴുതും. നെക്സ്റ്റ് ചെയ്താൽ റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽ, വീണ്ടും ക്യാഷ് സെയിൽ നടത്തി. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടില്ല ചെയ്യുക സെയിൽ നടത്തുമ്പോൾ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് നമ്മൾ എൻട്രി പാസ് ചെയ്യും. അപ്പോൾ ക്യാഷ് ബുക്കിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യുക, ക്യാഷ് ബുക്കിൽ ടു സെയിൽസ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ടു സെയിൽസ് വന്നിട്ട് റെക്കോർഡ് ചെയ്യും. എത്ര വരും, 1,750.
പിന്നെ നമ്മൾ എന്ത് ചെയ്യും? റിസീവ്ഡ് ചെക്ക് ഫോർ ഗുഡ് സോൾഡ്. ഇത് നമുക്ക് ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? റിസീവ്ഡ് ചെക്ക് ഫോർ ഗുഡ്, ചെക്കാണ് ചെക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ചെക്ക് അത് ബാങ്കിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ യാതൊരു കാരണവശാലും സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യില്ല. കാരണം അവിടെ എന്തുള്ളൂ? ഒരു കോളേ ഉള്ളൂ. ക്യാഷ് ബുക്കിൽ മാത്രമേ എന്തുള്ളൂ? കോളുള്ളൂ. ബാങ്കിന് കോളില്ലാത്തത് കൊണ്ട് ബാങ്കിന്റെ ഒരു ട്രാൻസാക്ഷൻസും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യില്ല, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. ഈ നെക്സ്റ്റ് ഏതാ നോക്കി? ഇലക്ട്രിസിറ്റി ചാർജസ് പെയ്ഡ്. ഇലക്ട്രിസിറ്റി ചാർജസ് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഇലക്ട്രിസിറ്റി ചാർജസ് കൊടുത്തു, അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് പോയില്ലേ? പോയി. അപ്പോൾ ഇതൊരു എക്സ്പെൻസ് അല്ലേ? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എത്രയാണ് അത് എമൗണ്ട്? 175. അപ്പോൾ എങ്ങനെ എൻട്രി പാസ് ചെയ്യും? ക്യാഷ് ബുക്കിൽ ബൈ ഇലക്ട്രിസിറ്റി ചാർജസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബൈ ഇലക്ട്രിസിറ്റി ചാർജസ് എന്ന് പറഞ്ഞിട്ട് 175 എഴുതും. പിന്നെയോ റെന്റ് പെയ്ഡ് പറഞ്ഞാൽ റെന്റ് കൊടുത്തു, എക്സ്പെൻസ് അല്ലേ? എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അല്ലേ, ഇവിടെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ടു ക്യാഷ് ആണ്. അപ്പോൾ റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ബൈ റെന്റ്. അപ്പോൾ ബൈ റെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര പാസ് ചെയ്യും? 325. പിന്നെ നെക്സ്റ്റ് ഏതാണ്? ചെക്ക് റിസീവ്ഡ് വാസ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. ചെക്ക് റിസീവ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യാണ്? ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അത് നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, റെക്കോർഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. കാരണം ഇവിടെ ചെക്കിന്റെ ട്രാൻസാക്ഷൻസ് ആണ്. യാതൊരു കാരണവശാലും ക്യാഷ് എന്ത് വരുന്നില്ല, ക്യാഷിന്റെ ബാലൻസിൽ മാറ്റം വരുന്നില്ല. ഈ നെക്സ്റ്റ് ഏതാണ്? പർച്ചേസ്ഡ് ഗുഡ്സ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ക്യാഷ് ആയിട്ട് തന്നെയാണ് എന്ന്. കടായിട്ടാണെന്നുണ്ടെങ്കിൽ അതും വരില്ല. മനസ്സിലാവുണ്ടോ? കാരണം ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇല്ലാത്ത കാര്യമുണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ്. അപ്പോൾ ഇതിനെങ്ങനെ എൻട്രി പാസ് ചെയ്യാം? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് പോയി. അപ്പോൾ ക്യാഷിൽ ബൈ പർച്ചേസ്. അപ്പോൾ എന്ത് ചെയ്യും? ബൈ പർച്ചേസ് കൊണ്ട് എൻട്രി പാസ് ചെയ്യും 3000. പിന്നെ നെക്സ്റ്റ് ഏതാണ്? സാലറി പേ ചെയ്യുമ്പോൾ എന്താ എൻട്രി? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പം ക്യാഷ് പോയി. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എങ്ങനെ എൻട്രി പോസ്റ്റിംഗ് എങ്ങനെ നടത്തും? ക്യാഷ് ബുക്കിലെ ബൈ സാലറി. അപ്പോൾ എന്ത് ചെയ്യും? ബൈ സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻട്രി പാസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷിന്റെ ക്യാഷിന്റെ ക്ലോസിങ് ബാലൻസ് നമ്മൾക്ക് കിട്ടും. മനസ്സിലാവുണ്ടോ? ഇവിടെയാണ് വരിക. കാരണം ഇവിടെ അല്ല കൂടുതലുണ്ടാവുക. റെസിപ്റ്റ്സ് ആണ് കൂടുതലെങ്കിൽ ഇവിടെ വരും, അല്ലാണ്ട് എക്സ്പെൻസ് ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ ഇവിടെ ആണ് വരിക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഡേറ്റ് ഞാൻ തൽക്കാലം വരയ്ക്കുന്നില്ല. നിങ്ങൾ വരയ്ക്കണം ഡേറ്റും പർട്ടിക്കുലേഴ്സ് ഒക്കെ വരയ്ക്കണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, എന്ത് എമൗണ്ട്? DR എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് CR എമൗണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ബാലൻസ് എഴുതണം. ടു ബാലൻസ് ബി ബ്രോഡ് ഡൗൺ. നമ്മൾ ബാലൻസ് ഇപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. എന്നിട്ട് ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമ്മൾ നോക്കും. ഓക്കെ, മോഹൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 20,000. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എൻട്രി പറഞ്ഞു? മോഹൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് അല്ല, ക്യാഷ് അക്കൗണ്ട് അപ്പ് ടു ക്യാപിറ്റൽ. അപ്പോൾ ക്യാഷ് ബുക്കിൽ എങ്ങനെ എൻട്രി വരും? ടു ക്യാപിറ്റൽ 20,000. ഇനി അടുത്ത് നോക്കി, ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ എൻട്രി? അല്ലെ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. കാരണം എന്താ? നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ബൈ ബാങ്ക് 5,000. അപ്പോൾ നിങ്ങൾ പാസ് ചെയ്യുന്ന എല്ലാ എൻട്രിയിലും ക്യാഷ് എന്നൊരു എലമെന്റ് വരും. ഒന്നില്ലെങ്കിൽ ഡെബിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിരിക്കാം. നെക്സ്റ്റ് നോക്കിയാൽ മൂന്നാമത്തെ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 4,100 അല്ലെ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 4,100. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എൻട്രി പാസ് ചെയ്യുക? പർച്ചേസ് ചെയ്യല്ലേ ചെയ്ത്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ബൈ പർച്ചേസ് എത്ര വരും? 4,100
ഒരു 100. ഇനി നെക്സ്റ്റ് നോക്കി, ബോട്ട് ഓഫീസ് ഫർണിച്ചർ 3600. അപ്പോൾ ഫർണിച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ എന്താ എൻട്രി? ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ബൈ ഫർണിച്ചർ എത്രയായിരുന്നു എമൗണ്ട്? 3600 അല്ലേ. ഇനി അടുത്ത് നോക്കി, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ നമുക്ക് നമ്മൾ വിൽക്കുക ചെയ്ത്, അപ്പോൾ ക്യാഷ് കിട്ടില്ല ചെയ്യുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ്. അപ്പോൾ ടു സെയിൽസ് അതേപോലെ ടു സെയിൽസ് എത്രയായിരുന്നു എമൗണ്ട്? 2400. അടുത്ത എൻട്രി നോക്കി, പെയ്ഡ് ഫോർ സ്റ്റേഷനറി. സ്റ്റേഷനറി കൊടുത്തു. അപ്പോൾ സ്റ്റേഷനറി കൊടുത്തു കഴിഞ്ഞാൽ എന്താ എൻട്രി? സ്റ്റേഷനറി എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ബൈ സ്റ്റേഷനറി എത്രയായിരുന്നു? 250. നെക്സ്റ്റ് നോക്കി, റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽ. ക്യാഷ് സെയിലാണ്. അപ്പോൾ ക്യാഷ് സെയിൽ എന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ്. അപ്പോൾ ടു സെയിൽസ് അതേപോലെ എഴുതുക, 1750. നെക്സ്റ്റ് നോക്കി, റിസീവ്ഡ് ചെക്ക് ഫോർ ഗുഡ്സ് സോൾഡ്. അപ്പോൾ ചെക്ക് കിട്ടിയത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണ്ടാവും? കാണിക്കേണ്ട കാര്യമില്ല. ഇനി ഇലക്ട്രിസിറ്റി ചാർജസ് പെയ്ഡ്. ഇലക്ട്രിസിറ്റി ചാർജസ് പെയ്ഡ് എക്സ്പെൻസ് പെയ്ഡ് അല്ലേ. അപ്പോൾ എന്താ എൻട്രി? ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ബൈ ഇലക്ട്രിസിറ്റി ചാർജസ് എത്രയായിരുന്നു? ഇലക്ട്രിസിറ്റി ചാർജസ് 175. അയ്യോ, അതിന് മുന്നേ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നോ? റിസീവ്ഡ് ചെക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. റെന്റ് പെയ്ഡ്. റെന്റ് പേ ചെയ്യുമ്പോൾ എന്താ എൻട്രി? റെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. അപ്പോൾ ക്യാഷിൽ ബൈ റെന്റ് എത്രയായിരുന്നു? റെന്റ് 325. ഈ നെക്സ്റ്റ് നോക്കി, ചെക്ക് റിസീവ്ഡ് വാസ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. നോക്കി, പർച്ചേസ്ഡ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ എന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പർച്ചേസ് അല്ല, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അല്ലേ. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ബൈ പർച്ചേസ് 3000. അടുത്ത് നോക്കി, സാലറി പെയ്ഡ്. സാലറി പേ ചെയ്യുമ്പോൾ എന്താ എൻട്രി? സാലറി അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ബൈ സാലറി. സാലറി എത്ര നോക്കി? 1900. നമ്മളെന്ത് ചെയ്യും? നമ്മളിത് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഏത് സൈഡാണ് ഏറ്റവും കൂടുതൽ നോക്കണം. അതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ബാലൻസ് ചെയ്യാൻ. അപ്പോൾ ഏത് സൈഡാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്? രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്തിട്ട് ഏത് സൈഡിലാണോ ഏറ്റവും കൂടുതൽ വരുന്നതെങ്കിൽ അത് ടോട്ടലായിട്ട് ഇടുക. ആ ടോട്ടലിൽ നിന്ന് മറ്റേ സൈഡിലുള്ള ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാലൻസ് എത്ര എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുക. വില കൂടി ആഡ് ചെയ്ത് നോക്കി എത്ര വരുന്നതെന്ന്. 22, 23. $650 കേസ് ഇവിടെ ഉണ്ട്. 650 കേസ് ചെക്ക് റിസീവ്ഡ് ഫ്രം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളത് ആഡ് ചെയ്യുമ്പോൾ 20,000, 20,000, 20,000 പ്ലസ് 2,400 പ്ലസ് 1,750. അപ്പോൾ എത്ര കിട്ടി? 24,150. അപ്പോൾ നമ്മളിവിടെ എന്തിടും? 24,150. 24,150. ഇതിൽ നമ്മൾ മറ്റേത് ഓരോന്ന് മൈനസ് ചെയ്യും. -5,000, -4,100, 3,600, 250, 175, 325, 3,000, 1,900. അപ്പോൾ എത്ര കിട്ടും? 5,800 കിട്ടും. അപ്പോൾ എത്രയാണ് ബാലൻസ് വരിക? ഇവിടെയാണ് ഷോർട്ട്. അപ്പോൾ 5,800. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസ്.
ബാലൻസ് സി ഡി, ഇവിടെ ക്യാരി ഫോർവേഡ്, ഇവിടെ ബി ഡി ബ്രോഡ് ഡൗൺ. ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുണ്ടെങ്കിൽ ബ്രോഡ് ഡൗൺ. എന്നാൽ അതേസമയം നമ്മൾ അടുത്ത ദിവസത്തേക്കോ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കോ ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി ഡി. അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കണം, നമ്മൾ ഏത് സൈഡാണോ ഏറ്റവും കൂടുതൽ വെച്ചാൽ അത് ആദ്യം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സൈഡാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി. സെയിം ടോട്ടൽ തന്നെ ഇവിടെ ഇട്ടു, അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ടോട്ടൽ ചെയ്തു. എന്നിട്ട് ഈ ടോട്ടലിൽ നിന്ന് ഓരോ ഐറ്റവും നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. ഓരോ ഐറ്റവും മൈനസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ 5500 ബാക്കിയായി. അപ്പോൾ ബാലൻസ് എത്രയാണോ അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എടുത്ത് എഴുതി. അതാണ് എന്ത്, നമ്മുടെ കയ്യിലുള്ള ക്യാഷിന്റെ ബാലൻസ്. അപ്പോൾ നോക്കി, ഇത്രയും കിട്ടി, 24,250 രൂപ കിട്ടിയിട്ട് ഇത്രയും എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്തിട്ട് ബാക്കി നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, 5,800 ബാലൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത മാസത്തേക്കോ അടുത്ത വർഷത്തേക്കോ അടുത്ത ദിവസത്തേക്കോ നമ്മൾ എന്ത് ചെയ്യുക, ക്യാരി ഫോർവേഡ് ചെയ്യുക. അപ്പോൾ ഡെയിലി നമ്മൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇത് ക്യാരി ഫോർവേഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ റെസീപ്റ്റ്സും ഡെബിറ്റ് ചെയ്യും, എല്ലാ എക്സ്പെൻസും ക്രെഡിറ്റ് ചെയ്യുന്നത്. നോക്കി എല്ലാ റെസീപ്റ്റ്സും സെയിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ റെസിപ്റ്റുകളല്ലേ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇതൊക്കെ പേയ്മെൻ്റ് അല്ലേ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുക ചെയ്തു, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എൻട്രി വൈസ് അല്ലെങ്കിലും റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതിയാലും മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ബുക്കിലേക്ക് പോസ്റ്റിംഗ് നടത്താൻ. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ എൻട്രി വെച്ചിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഒരു സാലറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ചിന്തിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. സാലറി എക്സ്പെൻസ് ആണല്ലോ, പേയ്മെൻ്റ് ആണല്ലോ, അപ്പോൾ നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതുക എന്നാലും മതി. പക്ഷേ എൻട്രി നമ്മൾ പഠിക്കണം. ഓരോ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. എക്സ്പെൻസിനൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് പോയി കഴിഞ്ഞാൽ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയാണ് റെൻ്റൊക്കെ ഈ എൻട്രി ആയിട്ട് വന്നത്. റെൻ്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ്, റെൻ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് റെൻ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് പോവുക കാരണം ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. സാലറിയും സെയിം തന്നെ, സാലറി എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തു, ക്യാഷ് പോയി, ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക നമ്മൾ പഠിക്കാം. അപ്പോൾ ഇത് വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം, എന്നാലാണ് കാര്യങ്ങൾ നടക്കും.